നമസ്കാരം, എല്ലാവർക്കും ചെന്താർമയുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞു മക്കളുള്ള എല്ലാ അമ്മമാരും ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ കോൺഷ്യസ് ആവേണ്ടതും വളരെയധികം കെയർ എടുക്കേണ്ടതുമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഈ സ്റ്റെറിലൈസേഷന്റെ മെഡിക്കൽ ഇമ്പോർട്ടൻസ് എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് നമ്മൾ സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യണം എന്ന് പറയുന്നത് എന്നതിനെ കുറിച്ചും, അതേപോലെ തന്നെ ഞാൻ പേഴ്സണലി എൻ്റെ മോന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു സ്റ്റെറിലൈസർ അത് നിങ്ങൾക്കും ഉപകാരപ്രദമാകും എന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി പുതിയതായിട്ടുള്ള ന്യൂ മദേഴ്സിന് അത് വളരെയധികം ഉപകാരപ്രദമാകും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കണ്ടന്റ് എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ അധികം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ എന്തിനാണ് നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കളുടെ സാധനങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷം അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം മെച്യൂർ ആവാൻ ഒരു 6 മാസം മുതൽ 1 ഇയർ വരെയൊക്കെ എടുക്കും. അപ്പോഴാണ് അവർക്ക് പ്രോപ്പർ ആയിട്ട് നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് പ്രതികരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്ങിലും എൻവയോൺമെന്റിലും ഒക്കെ ഒരുപാട് ബാക്ടീരിയാസ് പ്രസന്റ് ആണ്. അതേപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന മിൽക്ക് ബോട്ടിൽസ്, അതേപോലെ തന്നെ അവരുടെ പാസിഫയേഴ്സ്, ടോയ്സ് അതുപോലുള്ള സാധനങ്ങളിലൊക്കെ ബാക്ടീരിയൽ ഗ്രോത്തിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാതെ ഉപയോഗിക്കുമ്പോൾ അതിലുള്ള ഒരു ബാക്ടീരിയാസ് നമ്മളുടെ കുഞ്ഞുമക്കളുടെ ശരീരത്തിൽ എത്തുകയും അത് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ ഡയേറിയ പോലുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ കമ്പൽസറി ആണ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി ന്യൂബോൺ കുട്ടികളിൽ. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ള ഡൗട്ട് ആയിരിക്കും എത്ര വയസ്സ് വരെ നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത്. കാരണം എല്ലാ സാധനങ്ങളും എടുത്ത് ഓരോന്നും ഇങ്ങനെ ചൂടുവെള്ളത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുക എന്നുള്ളതാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് കോമൺ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ ഇത് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ എല്ലാവരും ചോദിക്കുന്നതാണ് എത്ര വയസ്സ് വരെ നമ്മൾ ഇത് സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത്. ഇപ്പോ അഡ്വൈസബിൾ ആയിട്ട് നമ്മൾ കമ്പൽസറി ആയിട്ടും 6 months വരെ കുട്ടികളുടെ എല്ലാ പ്രോഡക്ട്സും സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ കൊടുക്കണം. അതാണ് നമ്മുടെ ആ ഒരു കുട്ടികൾക്ക് ഡിസീസ് വരാനുള്ള സാധ്യത കുറയ്ക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ 1 വയസ്സ് വരെ കുട്ടികൾ 12 months ആവുന്നത് വരെ നമ്മൾ എന്തായാലും കുട്ടികളുടെ സാധനങ്ങൾ കെയർ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. കാരണം 1 വയസ്സ് കഴിയുമ്പോഴേക്കും അവരുടെ ബോഡി ഓട്ടോമാറ്റിക്കലി നമ്മുടെ എൻവയോൺമെന്റും ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടൊന്ന് റിയാക്ട് ചെയ്യാനും പ്രതിരോധിക്കാനും ഒക്കെയുള്ള കപ്പാസിറ്റി അവരുടെ ബോഡി അറ്റൈൻ ചെയ്യും. സോ 12 months വരെയെങ്കിലും നമ്മൾ കുട്ടികളുടെ സാധനങ്ങളെല്ലാം സ്റ്റെറിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്നൊരു ഡൗട്ടാണ് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം, കുട്ടികളുടെ ഏതൊക്കെ സാധനങ്ങളാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് സാധനങ്ങളാണ് അവരുടെ മിൽക്ക് ബോട്ടിൽസ്. കാരണം പാല് അതിൽ ബോട്ടിൽ അതിൻ്റെ റെസിഡ്യൂസ് ഇരുന്നിട്ട് അതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിപ്പോ കുട്ടികൾക്ക് എന്നുള്ളതല്ല, നമ്മൾ നോർമലി വീട്ടിൽ പാല് പ്രോപ്പർ ആയിട്ട് പാൽപാത്രം കഴുകാതെ വെച്ചാൽ തന്നെ നമുക്ക് ചില സമയത്ത് വേംസിന്റെ പ്രസൻസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ അത്ര നന്നല്ലാത്ത സ്മെൽ അതിന്ന് വരും. അപ്പൊ ഇത്തരത്തിലൊക്കെ കാരണം കൊണ്ട് നമ്മൾ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് പാല് തിളപ്പിക്കുന്ന പാത്രമൊക്കെ കഴുകാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് കുട്ടികൾക്കും. അവർക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങളിലൂടെ വരുന്ന ബാക്ടീരിയാസ് അസുഖങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മിൽക്ക് ബോട്ടിൽസ് കമ്പൽസറി ആയിട്ടും സ്റ്റെറിലൈസ് ചെയ്യും വേണം. സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്യും വേണം. നമ്മൾ കുട്ടികൾക്ക് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം
അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമ്മുടെ പാത്രത്തിലുണ്ടെങ്കിൽ അത് അവരുടെ ഉള്ളിൽ പോയിട്ട് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ അവർക്ക് അവരുടെ പാത്രങ്ങൾ കഴുകാനുള്ള സോപ്പുകളൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അവർക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുന്ന സോപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ മിൽക്ക് ബോട്ടിൽസ് എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യണം. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന പാസിഫയേഴ്സ് ആണ്. പാസിഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൂട്ട് നിബ്ലേഴ്സ് പോലെ നമ്മൾ കുട്ടികളുടെ ന്യൂ ബോൺസിലൊക്കെ കുട്ടികളെ കാമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. വേണമെങ്കിൽ നമുക്ക് ഫേക്ക് നിപ്പിൾസ് എന്നും അതിനെ പറയാം. അപ്പൊ അത് ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ എന്നൊക്കെ ഉള്ള സംശയം ഒരുപാട് പാരന്റ്സിൽ കാണാറുണ്ട്. അപ്പൊ നമ്മൾ പാസിഫയേഴ്സിന്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ പാസിഫയേഴ്സ് എന്തായാലും സ്റ്റെറിലൈസ് ചെയ്യണം. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഒരു സാധനമാണ് കുട്ടികളുടെ ടീത്തേഴ്സ്. മൗത്തിങ് കാണുന്ന കുട്ടികളിലും ടീത്തിങ് കാണുന്ന കുട്ടികളിലൊക്കെ നമ്മൾ ഈ ടീത്തേഴ്സ് കൊടുക്കാറുണ്ട് അവർക്ക് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതും കമ്പൽസറി ആയിട്ടും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. പിന്നെ കുട്ടികളുടെ ടോയ്സ് നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ്. അവർ കോമൺ ആയിട്ടെന്നല്ല, എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടോയ്സ് ഒക്കെ എന്തായാലും ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാം. അപ്പൊ ഇതാണ് നമുക്ക് സ്റ്റെറിലൈസേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. എന്തിനു ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, അതേപോലെ തന്നെ എത്ര ഒരു പീരീഡ് വരെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞു. ഇനിയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടിയാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. എനിക്ക് മോന് ഉണ്ടായ സമയത്ത് അവനിപ്പോ 4 months ആയി. ഇപ്പൊ ഇനീഷ്യൽ ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ബേർഡൻ ആയിരുന്നു ഈ അവന്റെ ബോട്ടിലുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയുന്നത്. ബോട്ടിലുകൾ മാത്രമല്ല, ഇത്തരത്തിൽ ഉപയോഗിക്കുന്ന ഏത് സാധനം ഇനീഷ്യൽ ടൈമിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കുട്ടികൾക്ക് ഫീഡ് ചെയ്യുക എവറി 2 hours കൂടുമ്പോഴാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് C-section കൂടി ആയതുകൊണ്ട് അവന് മിൽക്ക് പമ്പ് ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആദ്യ കാലത്തൊക്കെ. പിന്നെ കൂടുതലും ഈ മിൽക്ക് പമ്പിങ്ങിനെ കുറിച്ച് ഈ വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ ഈ രാത്രി ഒരു മിഡ് നൈറ്റ് ടൈമിലൊക്കെ പോയിട്ട് ഈ വെള്ളം തിളപ്പിച്ച് കുപ്പി തിളപ്പിച്ച് നമ്മള് സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നതും ഭയങ്കര ഒരു ആ ടൈമിൽ നമുക്ക് പോസ്റ്റ് പാർട്ടത്തിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവും. അതിന്റെ കൂടെ ഈ ഒരു ഇറിറ്റേഷനും കൂടി ആവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ സമയത്ത് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ എങ്ങനെ സ്റ്റെറിലൈസറുകളും അവൈലബിൾ ആണോ എന്ന് സെർച്ച് ചെയ്ത സമയത്ത് ഞാൻ ആമസോണിൽ ഫൈൻഡ് ചെയ്ത ഒന്നാണ് ഫിലിപ്സിന്റെ അവന്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കീഴിൽ വരുന്ന സ്റ്റെറിലൈസർ ആണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് തോന്നി. നമുക്ക് ബോട്ടിലുകൾ സ്റ്റെറിലൈസ് ചെയ്യാൻ അതിനൊരു സെപ്പറേറ്റ് ചേംബർ ഉണ്ട്. നമുക്ക് കുട്ടി കുട്ടി സാധനങ്ങൾ വേണമെങ്കിൽ അതിന്റെ ടോപ്പ് പോർഷനിലായിട്ട് നമുക്ക് വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് വളരെയധികം അതിന്റെ ഒരു മെറിറ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അതിൽ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം വെക്കാൻ. വെറുതെ അതിൽ കൊണ്ടുപോയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലീൻ ആവില്ല. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ പ്രോപ്പർ ആയിട്ട് അതിൽ ബോട്ടിലുകൾ വെക്കാനുള്ള സ്ഥലത്ത് ബോട്ടിലുകൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെക്കാനുള്ള ആ ഒരു തട്ടില് ആ സാധനങ്ങളും വെച്ചതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യാൻ നമ്മൾ മറന്നാലും വലിയ കുഴപ്പമില്ല. കാരണം അത് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്റ്റെറിലൈസർ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ പോയി ഇരിക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ ഈ സാധനങ്ങൾ അതിന്ന് പിക്ക് ചെയ്ത് നമ്മൾ മാറ്റി വെക്കണം. ഒരു 24 hours വരെ സ്റ്റെറിലൈസ് ചെയ്ത സാധനം അതിൽ തന്നെ ഇരുന്നോളും. അപ്പൊ നമ്മൾ മറന്നു പോയിട്ട് അതിന്ന് എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് വലിയൊരു പ്രശ്നം വരില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളുടെ എന്താ പറയാ വീട്ടില് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരിക്കലും ആ സാധനം വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കരുത്. കാരണം അതില് പിന്നെ ഫംഗൽ ഗ്രോത്ത് അതേപോലെ തന്നെ ഈ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളത്
തിളപ്പിച്ചതിന് ശേഷം proper ആയി എടുത്ത് drain ചെയ്ത് തുടച്ച് clean ചെയ്തിട്ട് തന്നെ വെക്കണം. അപ്പൊ ഈ ഒരു product ല് അല്ലെങ്കിൽ ഈ ഒരു sterilizer ല് എനിക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് നിങ്ങൾക്കും അത് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ ഫിലിപ്സിന്റെ ഈ ഒരു സ്റ്റെറിലൈസർ നിങ്ങൾക്ക് വേറെയും ബ്രാൻഡിന്റെ സ്റ്റെറിലൈസറുകൾ അവൈലബിൾ ആവും. അപ്പൊ ഞാൻ ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനൊരു സാധനം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്ന അമ്മമാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഈ വക കാര്യങ്ങളൊക്കെ അവർ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. പക്ഷെ എന്ത് ചെയ്യണം, നമുക്ക് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് വെള്ളം എടുക്കുക, തിളപ്പിക്കുക, സാധനങ്ങൾ ഇടുക, ഡ്രെയിൻ ചെയ്യുക, മാറ്റി വെക്കുക എന്നൊക്കെ പറയുന്നത് എപ്പോഴും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഓക്കെ, വീട്ടിൽ ഉള്ള അമ്മമാരാണ് കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ബോയിൽ ചെയ്ത് മാറ്റി വെക്കാം അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്ത് പ്രോഡക്ട്സ് എല്ലാം നീറ്റായി എടുത്ത് വെക്കാം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിന്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഈ ബോയിലിംഗ് പ്രോസസ്സ് തന്നെ ചെയ്യാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ അതും നമുക്ക് നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ സ്റ്റെറിലൈസ് ആയി കിട്ടും കുട്ടികളുടെ സാധനങ്ങളൊക്കെ. ഇതൊരു മസ്റ്റ് ബൈ എന്നല്ല, പക്ഷെ വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് അതേപോലെ തന്നെ ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ട അവസ്ഥ, ഇത് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുമ്പോൾ വീട്ടിലാരും ഇല്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റെറിലൈസർ വളരെയധികം ഉപകാരപ്പെടും. അപ്പൊ ഞാൻ പറയാൻ വന്നത് ഇത്രയാണ്. നമ്മൾ കുഞ്ഞുമക്കളുടെ സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് കമ്പൽസറി ആണ്. ഞാൻ പറഞ്ഞു ഒരു 6 months വരെയെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക. 12 months വരെയൊക്കെ ചെയ്യുന്നത് കുട്ടികളുടെ ഹെൽത്തിന് വളരെയധികം നല്ലതായിരിക്കും. അവർക്ക് പെട്ടെന്ന് ഡിസീസ് വരാൻ ആ വഴി, ഇപ്പൊ ബോട്ടിൽ വഴി അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വഴിയുള്ള ഡിസീസുകൾ വരാനുള്ള ചാൻസ് ഒന്ന് കുറച്ച് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ സമയം, അതേപോലെ തന്നെ നമ്മളുടെ ഇങ്ങനത്തെ ആദ്യം എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യാതെ കൊടുക്കാമോ എന്നൊക്കെ ഉള്ള സമയത്ത് അങ്ങനത്തെ കൺസേൺസ് ഒക്കെ കുറയ്ക്കാൻ ഈ ഒരു സ്റ്റെറിലൈസർ നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് നിന്നാണ് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കയറി ഒന്ന് വാങ്ങിച്ചു നോക്കുക. വേറെ ബ്രാൻഡിന്റെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ പ്രൈസ് വൈസും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ തോന്നുന്നത് നോക്കി വാങ്ങിക്കുക. പക്ഷെ സ്റ്റെറിലൈസർ എന്നുള്ളത് നമ്മുടെ ഈ ഒരു ബിസി ലൈഫിൽ ഉറപ്പായിട്ടും നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ കണ്ടന്റ്സ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിലൊക്കെ അറിയിക്കുക. ഞാൻ പറഞ്ഞു നേരത്തെ നമ്മൾ ഇനി പാസിഫയേഴ്സിന്റെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കണ്ടന്റ് ആണത്. അത് ഉപയോഗിക്കാമോ, കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ, കുട്ടികൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പ്രശ്നമുണ്ടോ ഈ പാസിഫയേഴ്സ് കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പൊ അത് നമുക്കൊരു സെപ്പറേറ്റ് കണ്ടന്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.